പാലക്കാട് എലപ്പുള്ളിയിലെ ബ്രൂവറിക്ക് സർക്കാർ നൽകിയ പ്രാഥമിക അനുമതി ഹൈക്കോടതി റദ്ദാക്കി. അയാസിസ് കമ്പനിക്ക് നൽകിയ അനുമതിയാണ് റദ്ദാക്കിയത്. നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമായാണ് സർക്കാർ അനുമതി നൽകിയതെന്ന് കോടതി കണ്ടെത്തി. MK ഷുക്കൂറാണ് വിവരങ്ങൾ നൽകാനുള്ള. ഷുക്കൂർ, വളരെ സുപ്രധാനമായ തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത്. എന്താണ് വിശദാംശങ്ങൾ? നൗഫൽ, എലപ്പുള്ളി ബ്രൂവറി പദ്ധതി പ്രാഥമികമായ അനുമതിയാണ് സർക്കാർ നൽകിയിരുന്നത്. ഈ പ്രാഥമിക അനുമതി ഇപ്പോൾ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു. അതിന് പ്രധാനമായ ഹൈക്കോടതി പറയുന്ന കാര്യങ്ങൾ ഇതാണ്. ഹൈക്കോടതി റദ്ദാക്കിയിട്ടുണ്ട്. വിശദാംശങ്ങൾ നൽകാൻ MK ഷുക്കൂർ ഉണ്ട്. ഷുക്കൂർ, ഒയാസിസ് കമ്പനിക്ക് നൽകിയ അനുമതി റദ്ദാക്കാനുള്ള കാരണം എന്താണ്? സർക്കാർ വിശദമായ പഠനം നടത്തിയിട്ടില്ല. പ്രാഥമിക അനുമതി നൽകുമ്പോൾ പാലിക്കേണ്ട വ്യവസ്ഥകളൊന്നും തന്നെ പാലിച്ചില്ല. അതുകൊണ്ടാണ് ഈ അനുമതി റദ്ദാക്കുന്നതായി ഹൈക്കോടതി പറയുന്നത്. അതായത് ഈ എലപ്പുള്ളി ബ്രൂവറി ഫാക്ടറിക്കുള്ള അനുമതി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സെബാസ്റ്റ്യൻ ജോർജ് ജനറൽ സെക്രട്ടറിയായ അസംബ്ലി ഓഫ് ക്രിസ്ത്യൻ ട്രസ്റ്റ് സർവീസസ് എന്ന സംഘടനയാണ് ഹൈക്കോടതിയിൽ ഒരു പൊതു താൽപര്യ ഹർജി സമർപ്പിച്ചത്. സർക്കാർ നടപടിക്രമങ്ങളിലെ വീഴ്ചകളും നിയമലംഘനങ്ങളും ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ ഹർജി. തെറ്റായ വിവരങ്ങൾ നൽകി അനുമതി നേടി എന്നുള്ളതാണ് ഈ പ്രധാനപ്പെട്ട ആരോപണം ഈ ഹർജിയിൽ ഉന്നയിക്കുന്നത്. മദ്യനിർമ്മാണശാലയ്ക്കായി അത് ഈ ഒയാസിസ് കമേഴ്സ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി അനുമതി തേടിയപ്പോൾ പ്രദേശം പാലക്കാട് എലപ്പുള്ളി പഞ്ചായത്തിലാണെന്ന വസ്തുത മറച്ചുവെച്ചു. അത് കഞ്ചിക്കോട് വ്യവസായ മേഖലയിലാണെന്ന് തെറ്റായി കാണിച്ചു. സർക്കാർ അനുമതി തേടാൻ വേണ്ടി ഇതുപോലെയുള്ള തെറ്റായ വിവരങ്ങൾ നൽകി തുടങ്ങിയ ആരോപണങ്ങളാണ് ഈ ഹർജിയിൽ ഉന്നയിക്കുന്നത്. അതിന്റെ പ്രാഥമികമായ അത്തരം വിവരങ്ങളെല്ലാം പരിശോധിച്ചാണ് ഇപ്പോൾ ഹൈക്കോടതി ഇതിന് പ്രാഥമിക അനുമതി നൽകിയ സർക്കാർ നടപടി തെറ്റാണെന്ന് കണ്ട് റദ്ദാക്കിയിരിക്കുന്നത്. സാജിദ് അജ്മൽ കൂടി ചേരുന്നുണ്ട്. പാലക്കാട് സാജിദ്, ഈ എലപ്പുള്ളിയിൽ ബ്രൂവറി കൊണ്ടുവരുന്നതിനുള്ള വലിയ പ്രതിഷേധമൊക്കെ അവിടെ ഉണ്ടായിരുന്നല്ലോ. ആ പ്രതിഷേധമൊക്കെ അവഗണിച്ചുകൊണ്ടാണ് ഈ പ്രാഥമികമായ അനുമതി നൽകിയിരിക്കുന്നത്. നിലവിലെ ഈ ഒരു തീരുമാനത്തിൽ അവിടുത്തുകാർ സന്തോഷത്തിലാണോ? നൗഫൽ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എലപ്പുള്ളിയിൽ ഒരു ചതുപ്പ് നിലം അടങ്ങിയ പ്രദേശത്താണ് ഈ ഒയാസിസ് കമ്പനി വരുന്നത്. 24 ഏക്കർ സ്ഥലമാണ് ഒയാസിസ് കമ്പനിക്കുള്ളത്. ഇവിടെയാണ് ഈ കമ്പനിയുടെ കെട്ടിടവും ഈ മഴവെള്ള സംഭരണിയിൽ നിന്ന് ഈ മദ്യം നിർമ്മിക്കുമെന്നാണ് ഈ സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അത് എത്രത്തോളം പ്രായോഗികമാണ് എന്നൊരു ചോദ്യമുണ്ട്. എന്ന് മാത്രമല്ല, ഇത് ഈ ഡാറ്റാ ബാങ്കിൽ നിന്ന് മാറ്റാത്ത സ്ഥലം ഉൾപ്പെടെയുള്ള സ്ഥലമാണ്. അതായത് നിയമപരമായി തന്നെ അവിടെ ഒരു വ്യവസായശാല തുടങ്ങാൻ കഴിയാത്ത ഒരു പ്രദേശത്താണ് ഇത്തരം ഒരു മദ്യനിർമ്മാണശാല വരുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പിന്നീട് ഈ കഴിഞ്ഞ തവണ അവിടെ പഞ്ചായത്ത് ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആണ്. അവർ ഒരു തരത്തിലും ഇതിന് അനുമതി നൽകില്ല എന്ന് പറഞ്ഞിരുന്നു. ഇത് ബൈപ്പാസ് ചെയ്തുകൊണ്ടാണ് ഈ വ്യവസായ വകുപ്പിന്റെ ഈ ഗ്രീൻ ചാനൽ വഴി, അതായത് ഏകജാലക സംവിധാനത്തിലൂടെ അനുമതി നൽകിയത്. ഇതിൽ വിവിധ വകുപ്പുകളോട് അഭിപ്രായം തേടി എന്നാണ് അവർ പറയുന്നത്. അതിൽ ഈ വ്യവസായ വകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉൾപ്പെടെയുള്ളവയോട് അനുമതി ചോദിച്ചുകൊണ്ടാണ് തങ്ങൾ ഈ ക്ലിയറൻസ് നൽകിയത് എന്നാണ് പറയുന്നത്. പക്ഷേ അത് നിയമപ്രകാരം അല്ല എന്നുള്ളത് ഹൈക്കോടതി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇത് ഏതെങ്കിലും ഒരു കമ്പനിയുടെ കേവലമായ പരാജയം എന്നുള്ളതിനപ്പുറത്ത് ഈ സർക്കാർ തന്നെ ഈ കമ്പനിയുടെ വക്താക്കളായി വാദിക്കുന്ന ഒരു കാഴ്ചയാണ്. പ്രത്യേകിച്ച് ഈ എക്സൈസ് മന്ത്രിയും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുമായ MP രാജേഷാണ് ഈ കമ്പനിക്ക് വേണ്ടി വലിയ തോതിൽ വാദിച്ചിരുന്നത്. അവർക്ക് കൂടി ഏറ്റ ഒരു തിരിച്ചടി തന്നെയാണ് ഈ ഒയാസിസ് കമ്പനിയുടെ കാര്യത്തിൽ ഉണ്ടായത്. അത് പഞ്ചായത്തിൻ്റെയോ മറ്റ് ഈ അനുമതികളോ ഇല്ല. അതിന് പകരം ഈ വ്യവസായ വകുപ്പിന്റെ ഏകജാലക സംവിധാനം വഴി ഒരു ബൈപ്പാസ് രീതിയിലാണ് ഇതിന് അനുമതി നൽകിയത്. അതാണ് നിലവിൽ റദ്ദ് ചെയ്തിരിക്കുന്നത്. നൗഫൽ, പാലക്കാട് എലപ്പുള്ളിയിലെ ബ്രൂവറിക്ക് സർക്കാർ നൽകിയ പ്രാഥമിക അനുമതി ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. വിവരങ്ങളാണ് MK ഷുക്കൂറും സാജിദ് അജ്മലും നൽകി.